ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. ചേലക്കര ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് കാലങ്ങളായി നോക്കുകുത്തി. സ്റ്റാൻഡിൽ വരുന്ന ബസ്സുകളെ നിയന്ത്രിക്കേണ്ട, യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കേണ്ട എയ്ഡ് പോസ്റ്റ് ഇന്ന് ചില്ല് പൊട്ടിയ കണ്ണാടി പോലെ വികൃതം. ദിനംപ്രതി അനവധി ബസ്സുകൾ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡ് ഇപ്പോൾ നാഥനില്ല കളരിയാണ്. ഒരു ഹോംഗാർഡിന്റെയോ പോലീസിന്റെയോ സാന്നിധ്യമില്ലാതെ അനാഥമായി എയ്ഡ് പോസ്റ്റും. എയ്ഡ് പോസ്റ്റിന്റെ ജനൽ ചില്ലുകൾ സാമൂഹ്യ വിരുദ്ധ ശല്യത്താൽ പൊട്ടിയ നിലയിലാണ്. ഇപ്പോൾ വേനൽ അവധി ആയതിനാൽ വിദ്യാർത്ഥികളുടെ തിരക്കില്ല. എന്നാൽ ജൂൺ മാസം എത്തുന്നതോടെ മറ്റ് യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും തിരക്ക് കൂടും. തിരക്കുള്ള ബസ് സ്റ്റാൻഡിൽ അവശ്യ സേവനത്തിന് ഏക ആശ്രയമായ എയ്ഡ് പോസ്റ്റ് ആകട്ടെ പൂട്ടുവീണ് കാലം ഏറെയായി. ബസ് സ്റ്റാൻഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതായും സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പ്രവണത കൂടി വരുന്നതായും ബസ് ജീവനക്കാർ പറയുന്നു. വർഷങ്ങളായിട്ട് ചേലക്കര ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് അനാഥയായി കിടക്കണം. കാരണം അത് കൊല്ലത്തിലും ഒരിക്കലും തുറക്കുള്ളൂ. അത് കുട്ടികളുടെ പോളിയോ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പഞ്ചായത്ത് അവർക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഒഴിച്ച് ഒരു ഹോം ഗാർഡോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ബസ് സ്റ്റാൻഡിൽ നിയമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ കുറവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അനീതി തന്നെ പറയാം. വിദ്യാർത്ഥികളുടെ സമയങ്ങളിലാണെച്ചാലും തിരക്കുള്ള സമയങ്ങളിലാണെച്ചാലും ബസ് സ്റ്റാൻഡ് വെറും അനാഥയായിട്ട് കിടക്കുകയാണ്. അതിന് എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ ഉചിതമായ നടപടിയെടുത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ് പുനഃസ്ഥാപിക്കണം എന്നാണ് പറയാനുള്ളത്. ഇത് വെറും ഒരു നോക്കൂത്തിയായിട്ട് മാത്രം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു റൂം വെറുതെ അടഞ്ഞിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനുള്ള സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള ഇടപെടലുകൾ എത്രയും പെട്ടെന്ന് നടത്തി അതിൻ്റെ പ്രവർത്തനം സുഗമമാക്കി ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റ് സ്വകാര്യ വാഹനങ്ങളാണെച്ചാലും പ്രൈവറ്റ് വാഹനങ്ങളാണെച്ചാലും ടാക്സി വാഹനങ്ങളാണെച്ചാലും പുറമെ നിന്ന് വരുന്ന ഇത്തരം വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിനകത്ത് ഗതാഗതക്കുരുക്കുണ്ടാക്കുക. കാരണം ടൂ വീലറൊക്കെ കാലത്ത് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് എടുത്തിട്ട് പോവുക. അതുപോലെ ചില പ്രൈവറ്റ് വാഹനങ്ങൾ പല കടയുടെയും മുന്നിൽ അതുപോലെ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോവുക. അപ്പോൾ ഇത്തരം പ്രവണതകൾ ബസ് സ്റ്റാൻഡിൽ ഗതാഗതക്കുരുക്കിന് വലിയൊരു കാരണം. ഇപ്പോൾ വലിയ തിരക്ക് ഇല്ലെങ്കിലും ഈ സ്കൂൾ തുറന്ന ഇത് വലിയ രൂക്ഷവും. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇത് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. പോലീസ് എയ്ഡ് പോസ്റ്റ് കാലങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. മാറാല പിടിച്ച് അതിൻ്റെ ചില്ലുകളൊക്കെ സാമൂഹ്യ വിരുദ്ധർ തകർത്ത് ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഈ ബസ് സ്റ്റാൻഡിലുള്ള വൺ വേ നിയന്ത്രണവും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലെ പൊതു ആവശ്യങ്ങൾക്ക് ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് സമീപിക്കാവുന്ന എയ്ഡ് പോസ്റ്റ് എത്രയും പെട്ടെന്ന് ഉപയോഗമാക്കിയിട്ട് ജനങ്ങൾക്ക് ആവശ്യമായുള്ള സേവനങ്ങളും അവിടെ ഉണ്ടാക്കണം. അതിനുണ്ടാവാനുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ആവശ്യപ്പെടുകയാണ്. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം, ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിംഗ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ എ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.